ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ 30 ദിവസങ്ങളായി നമ്മൾ പരിശുദ്ധ അമ്മയോടൊത്ത് യാത്ര ചെയ്യുകയായിരുന്നു. 30ഓളം ദൈവമക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ജീവിത അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇടപെടലുകളും അവർ അനുഭവിച്ചത്. ചിലർക്ക് രോഗസൗഖ്യമായിരുന്നു, ചിലർക്ക് ആകുലതകളിലും ദുഃഖങ്ങളിലും നിന്നുള്ള മോചനമായിരുന്നു. എന്നാൽ ചിലർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിച്ചതായിരുന്നു. എന്നാൽ ചിലർക്ക് അപകടങ്ങളിൽ സംരക്ഷണം ലഭിച്ചതായിരുന്നു. എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയവ ഒരു അത്ഭുതം പോലെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. സ്നേഹമുള്ളവരെ, ഈ ദൈവമക്കളുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ്. ജപമാലയുടെ അവസാനത്തിൽ നാം ചൊല്ലുന്ന ലുത്തിനിയ പ്രാർത്ഥനയുണ്ട്. 54ഓളം വിശേഷണങ്ങളാണ് അതിൽ നാം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത്. പിതാവായ ദൈവത്തിന്റെ മകൾ, പുത്രനായ ദൈവത്തിന്റെ മാതാവ്, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ മണവാട്ടി, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സന്തോഷത്തിന്റെ കാരണം, രോഗികളുടെ ആരോഗ്യം, പാപികളുടെ സങ്കേതം, ക്ലേശിതരുടെ ആശ്വാസം, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം, ഇങ്ങനെ വിവിധങ്ങളായ വിശേഷണങ്ങൾ നാം ലുത്തിനിയായിൽ കാണുന്നുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് താങ്ങായി, തണലായി, ശക്തി കേന്ദ്രമായി നിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടാൻ തക്കവിധം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവിച്ച് തിരിച്ചറിയാൻ നമുക്കും സാധിക്കട്ടെ. നല്ലവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഉദ്യമത്തിലൂടെ അനേകരെ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുവാൻ ഒരു ഉപകരണമായി തീർന്ന സനുവിനെയും നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം എന്നും നമുക്ക് കൂട്ടായി ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ.